11 മണിയോടുകൂടി കേരള കോൺഗ്രസ് ബി നേതാവ് കെ.ബി. ഗണേഷ് കുമാറാണ് ഇടതുമുന്നണിയുടെ സമരപന്തലിലേക്ക് ആദ്യമെത്തിയത്. നേതാക്കൾക്ക് ഹസ്തദാനം നൽകി മുൻനിരയിൽ തന്നെ ഗണേഷ് കുമാർ ഇരിപ്പുറപ്പിച്ചു. ഇടയ്ക്ക് നേതാക്കൾ ഗണേഷിനെ സംസാരിക്കാൻ വിളിച്ചപ്പോൾ അച്ഛൻ സമരത്തിൽ പങ്കെടുക്കാൻ വരുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. അധികം വൈകിയില്ല. UDFന്റെ സ്ഥാപക നേതാവായ ആർ ബാലകൃഷ്ണപിള്ള ഇടതു സമരവേദിയിലെത്തി. VS അച്യുതാനന്ദന് ഹസ്തദാനം നൽകി ബാലകൃഷ്ണപിള്ള ഇടതു സമരത്തിൽ പങ്കാളിയായി. ഉടനെ തന്നെ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പിള്ളയെ ക്ഷണിച്ചു. സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങളുടെ കെട്ടഴിച്ച് പിള്ള ആഞ്ഞടിച്ചു. വിഴിഞ്ഞം തുറമുഖം പദ്ധതി അദാനി ഗ്രൂപ്പിന് നൽകിയത് വഴി 300 കോടി രൂപയുടെ കച്ചവടമാണ് നടന്നതെന്ന് ആർ ബാലകൃഷ്ണപിള്ള ആരോപിച്ചു. വിഴിഞ്ഞം പോർട്ടിന്റെ പേരിൽ 300 കോടി രൂപയാണ് അച്ചാരം വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. വിഴിഞ്ഞം പോർട്ടിന് KV തോമസിന്റെ വീട്ടിൽ വെച്ച് ബാബുവും ഉമ്മൻചാണ്ടിയും KV തോമസും ചേർന്ന് കഴിഞ്ഞ മാസത്തിൽ നടത്തിയ കച്ചവടമാണ് വിഴിഞ്ഞം പോർട്ട് അദാനിക്ക് കൊടുക്കാൻ മലേഷ്യയിൽ നിന്ന് ഓഫറുണ്ട്. പിന്നാലെ സംസാരിച്ച ഗണേഷ് കുമാർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരെ പുതിയ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു. രേഖകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ഗണേഷിന്റെ ആരോപണം. ഇബ്രാഹിം കുഞ്ഞ് എഴുതി കൊടുത്തിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെറ്റർ പാഡിലാണ്, നോക്കൂ, ലെറ്റർ പാഡ് എഴുതി കൊടുത്തിരിക്കുകയാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇഷ്യൂ ട്രാൻസ്ഫർ ഓർഡേഴ്സ്. ഞാൻ എന്താണ്ട് നോക്കിയിട്ട് നേതാക്കന്മാർ കാണട്ടെ, ഞാൻ വെറുതെ പറയുന്നതല്ല. ഇടതുപക്ഷം നടത്തുന്ന തുടർ സമരങ്ങളിലും കേരള കോൺഗ്രസ് ബി പങ്കെടുക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ഇടതുപക്ഷത്തിൽ ഘടകകക്ഷിയായില്ലെങ്കിലും ഉടനടി തന്നെ പിള്ളയ്ക്ക് മുന്നണി പ്രവേശനം ലഭ്യമാകുമെന്നതിന്റെ സൂചനയായിരുന്നു ഇന്നത്തെ സമരവേദി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.